ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ പുതിയ കഥ ആരംഭിക്കുകയാണ്. ആമിന എഴുതുന്ന എൻ്റേത് മാത്രം എന്ന മനോഹരമായിട്ടുള്ള കഥ തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക. കഥയിലേക്ക്. എൻ്റേത് മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ആമ, ഞാൻ വരുവാ. എത്താറായി. എത്ര നേരമായി എന്നറിയാം ഞങ്ങൾ ഉടുത്തൊരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട്. നീ വീട്ടിലേക്ക് വാ, ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ അമ്മ, ഞാൻ ദേ എത്തി. ഒരു 5 മിനിറ്റ്. അതും പറഞ്ഞാൽ ഫോൺ കെട്ടാക്കി ഫോൺ കോ ഡ്രൈവർ സീറ്റേക്ക് ഇട്ട് വേഗത്തിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു വളവ് തിരിഞ്ഞു വണ്ടിക്ക് മുന്നിലേക്ക് എന്തോ വന്ന് ചാടിയത് ഒന്നിച്ചായിരുന്നു. അവൻ പെട്ടെന്ന് ബ്രേക്ക് അമർത്തിയതും അവൻ മുന്നിലേക്ക് ആഞ്ഞുകൊണ്ട് വണ്ടി നിന്നു. അവൻ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ മുന്നിലേക്കൊന്ന് എത്തി നോക്കി. പെട്ടെന്ന് ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഫ്രണ്ടിലേക്ക് വന്നു. ദൈവമേ! അവൻ തലക്ക് കൈവച്ചുകൊണ്ട് കാറിന്റെ മുന്നിൽ കിടക്കുന്ന സ്ത്രീയെ നോക്കി. അവൻ ചുറ്റും നോക്കിയതും എങ്ങും ആരും ഇല്ലായിരുന്നു. അവൻ പെട്ടെന്ന് തറയിൽ മുട്ടുകുത്തിയിരുന്നുകൊണ്ട് അവിടെ കിടന്ന സ്ത്രീയെ തിരിച്ചെടുത്തിയതും അധികം പ്രായമില്ലാത്തൊരു പെൺകുട്ടിയെന്ന് കണ്ടതും അവനവളെ സൂക്ഷിച്ചു നോക്കി. മുഖമൊക്കെ വീർത്ത് മൂക്കൊക്കെ ചുവന്നിരിപ്പുണ്ട്. അത് കണ്ടതും അവനോട് മൂക്കിൽ വിരൽ വെച്ച് നോക്കിയതും ശ്വാസം ഉണ്ടെന്ന് കണ്ട് അവളെ എടുത്ത് വണ്ടിയിൽ കിടത്തി. ഫോണെടുത്ത് ആർക്കോ വിളിച്ചു. ആദി, ഞാൻ ഒരാളെ കൊണ്ട് ഇപ്പോൾ അവിടെ എത്താം. എമർജൻസിയാ. നീ എന്താ വെച്ചാൽ പെട്ടെന്ന് റെഡിയായി നിൽക്ക്. എല്ലാം വന്നിട്ട് പറയാം. അതും പറയാൻ ഫോൺ കെട്ടാക്കി വേഗത്തിൽ വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കോൾ അവൻ്റെ ഫോണിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളെയും കൊണ്ട് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങി. എന്താ അമ്മ ഇത്? ഈ ഏട്ടനെ എവിടെ പോയതാ? ഇതൊരു കണ്ടില്ലല്ലോ. ഞാൻ അതല്ലേ വിളിക്കുന്നത്. നേരത്തെ വരെ അവന്റെ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ഇപ്പൊ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. എനിക്ക് 2 ഏട്ടന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? രണ്ടിനെ ഒരു വാക്ക് കൊള്ളില്ല. ആര്യ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. ആ, ഞാൻ റെഡിയായി. വന്നില്ലേ? വന്നു. ഇപ്പൊ പോയേയുള്ളൂ. നിങ്ങളുടെ അല്ലേ മോൻ? ഒരു കാര്യം പറഞ്ഞ 2 സമയത്തും കാലത്ത് എത്തിയില്ല. അമ്മ അച്ഛനെ നോക്കി പറഞ്ഞുകൊണ്ട് പോയി. അതിന് ഞാൻ എന്താ ചെയ്യാനാ? അച്ഛൻ അമ്മ പോയ വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നേരെ സിറ്റോളിലേക്ക് ചെന്ന് അവനെയും നോക്കി നിൽക്കാൻ തുടങ്ങി. പെട്ടെന്ന് അച്ഛൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അച്ഛൻ കോൾ എടുത്തു. അപ്പുറന്ന് പറഞ്ഞു കേട്ട് അച്ഛൻ പേടിച്ച് ഫോൺ കൊണ്ട് അകത്തേക്ക് ഓടി. പല്ലവി, പെട്ടെന്ന് വന്നേ, ആദ്യാ വിളിക്കുന്നേ. അച്ഛൻ പറഞ്ഞു ഡ്രസ് മാറാൻ പോയ അമ്മ തിരിച്ചു വന്നു. എന്താ കാര്യം ചോദിക്കാൻ അങ്ങോട്ട് നീട്ടിക്കൊണ്ട് നിൽക്കാതെ. എന്തോ നന്ദൂരെ കാർ ആക്സിഡന്റ് ആയി എന്നൊക്കെ പറയുന്നവൻ. അത് കേട്ടത് അമ്മ പേടിച്ച് ഫോൺ വാങ്ങി. ബഹളം കേട്ട് ആര്യ ഇറങ്ങി വന്നു. എടാ, എന്റെ നന്ദുവിന് എന്തു പറ്റി? അമ്മയും ഞാൻ നന്ദുവാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വരുന്ന വഴിക്ക് ഒരു പെണ്ണ് എന്റെ വണ്ടിക്കുമ്പിൽ എടുത്തിയാടി. ഞാൻ അവളെയും കൊണ്ട് ആദ്യം ഹോസ്പിറ്റലിൽ നിൽക്കുവാ. എന്റെ ഫോണിൽ ചാർജ് തീർന്നു. പോക്ക് നമുക്ക് നാളത്തേക്ക് ആക്കാം. എടാ, അതൊന്നും സാരമില്ല. ആ കൊച്ചിനിപ്പോ എങ്ങനെയുണ്ട്? ബോധമില്ല അമ്മേ. ബോധം വന്നാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്നാ നീ അവിടെ നിൽക്ക്. ആ കൊച്ചിനെ വീട്ടിലാക്കിയിട്ട് വന്നാ മതി. അതും പറഞ്ഞ അമ്മ ഫോൺ വെച്ചതും ആര്യ അമ്മയെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു. ഇന്നും പോയില്ലല്ലേ? എനിക്കറിയാം, ആർക്കും എന്നോടൊരു സ്നേഹമല്ല. അതും പറഞ്ഞ് അവൾക്ക് അറിയാൻ തുടങ്ങിയതും അമ്മകളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിലും ഭേദം ഞങ്ങൾ കൊല്ലുന്നതായിരുന്നു. ഇതുകൂട്ടി 3ാമത്തെ ഏട്ടൻ പറ്റിക്കുന്നു. പരട്ട കിളവൻ എന്നും പറഞ്ഞ് പല്ലടിച്ചുകൊണ്ട് അവൾ ചാടിത്തുള്ളി അകത്തേക്ക് പോയി. എന്താടാ, സത്യത്തിൽ എന്താ ഉണ്ടായി? അത് പറയും. എടാ, എനിക്കറിയില്ല. ഞാൻ വീട്ടിലേക്ക് പോയതാ. ഈ കൊച്ചു വണ്ടിക്കുമ്പിൽ വന്ന് ചാടിയതാ. അല്ലാണ്ട് എനിക്ക് ഒന്നും അറിയില്ല. എന്തായാലും മുറിവൊന്നും ഇല്ലാത്ത ഭാഗ്യം. പക്ഷെ ബോഡി നല്ല വീക്കാണ്. കണ്ടിട്ട് ഇത് എന്തോ പ്രശ്നമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോന്നാവും. ഇനി എന്ത് ചെയ്യടാ? അവൾക്ക് ബോധം വന്നാൽ എന്തെങ്കിലും ചോദിച്ചറിയാൻ നോക്കൂ. അതുവരെ നമ്മൾ നോക്കിയേ പറ്റൂ. പോലീസിൽ അറിയിച്ചാൽ പിന്നെ ഇതിന്റെ പുറകെ നടക്കേണ്ടി വരും. അത് ഇതിലും വലിയ പൊല്ലാപ്പാവും. എന്ത് ചെയ്യുന്നൊരു പിടിയില്ലല്ലോ. സമയം വൈകിക്കൊണ്ടാ ഞാൻ ഇന്ന് ഷോർട്ട് കട്ട് വഴി പോകാന്ന് കരുതി. അത് ഇങ്ങനെ ആവുമെന്ന് കരുതിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിച്ചു. ഇനി അനുഭവിക്കന്നെ. എടാ, ഇവളിനി ആരെങ്കിലും കൂടെ ഒളിച്ചൂടി പോ ഇറങ്ങിയതാവോ? അവൻ കൈയൊഴിഞ്ഞപ്പോൾ വണ്ടിക്ക് മുന്നിലേക്ക് അങ്ങനെ ചാടിയതാണെങ്കിലോ? ഒന്നാമതേ ടെൻഷൻ അടിച്ചിരിക്കുക. അതിലൂടെ ഓരോന്ന് പറഞ്ഞ് വട്ടാകരുടെ തെണ്ടി അവൻ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, നീ ടെൻഷൻ ആവണ്ട, നമുക്ക് രാവിലെ നോക്കാം. വാ, ക്യാബിലിരിക്കാം. അതും പറഞ്ഞ് ആദ്യം നഴ്സിനെ അവളുടെ റൂമിൽ നിർത്തി ആരെയും കൂട്ടി അവന്റെ ക്യാബിലേക്ക് പോയി. ആരെയും മനസ്സിലായിട്ടില്ല അല്ലേ? പറയാം. ശ്രീകൈലം വീട്ടിൽ പ്രതീഷ് കുമാറിനും പല്ലവിക്ക് 3 മക്കളാണ്. മൂത്തവൻ ആനന്ദകൃഷ്ണ എന്ന നന്ദു. അവനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമൻ ആദർശ് കൃഷ്ണ എന്ന ആദി, ഡോക്ടറാണ്. ഏറ്റവും ഇളയവൾ ആര്യ കൃഷ്ണ. അവൾ +2 ഫുൾ A+ഓടെ പാസ്സായി നിൽക്കുന്നു. അതിന്റെ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതിരുന്നതാണ്. ആദ്യക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അവനൊന്നിനും നിർബന്ധിക്കാറില്ല. വർക്ക് കഴിഞ്ഞിറങ്ങാൻ ലേറ്റായത് കാരണമാണ് അമ്മ ചീത്ത പറഞ്ഞ്. ബാക്കിയെല്ലാം നിങ്ങൾ വായിച്ചല്ലോ. നായികയെ പിന്നെ പറയാട്ടോ. എടാ, എനിക്ക് ആ കുട്ടിക്ക് ബോധം വന്നു. നീ ഒന്ന് വന്നേ. ആദ്യം ആനന്ദിനെ തട്ടി വിളിച്ച് അവൻ ടേബിളിൽ നിന്ന് തലയുയർത്തി കണ്ണു തിരുമ്പി എഴുന്നേറ്റ് നിന്നു. വല്ലാത്ത തലവേദനയടാ. നേരെ കിടക്കാൻ പറ്റായിട്ടാണെന്നാ തോന്നുന്നു. നീ അതും പറഞ്ഞ് നിന്നു. നീ ഇന്നലെ കൊണ്ടുവന്ന അതിലും വലിയ തലവേദന ആവുന്ന എനിക്ക് തോന്നുന്നു. എന്തു പറ്റിയടാ? അവൾക്ക് എന്തെങ്കിലും കുഴപ്പം? ഏയ്, അങ്ങനെയൊന്നുമില്ല. അവളിപ്പോ ഓക്കെയാണ്. പക്ഷെ പ്രശ്നമുണ്ട്. നീ വാ. അതും പറഞ്ഞ് ആദ്യം അവനെ കൂട്ടിക്കൊണ്ട് അവളുടെ റൂമിലേക്ക് ചെന്നു. ഡോറിലൊന്ന് മുട്ടിക്കൊണ്ട് 2 പേരും അകത്തേക്ക് ചെന്നു. ആനന്ദ് അവളെ ഒന്ന് നോക്കി. ഇന്നലെ കണ്ട വേഷമല്ല, അത് മാറ്റിയിരിക്കുന്നു. ഒരു ചുരിദാറാണ് വേഷം. മുടി ഒരു സൈഡിലേക്ക് പിന്നിട്ടിരിക്കുന്നു. ബെഡിന്റെ ഒരു സൈഡിലേക്ക് തലയിലും ചാരിയിരിക്കുകയാണ് ആള്. അവരടുത്തേക്ക് ചെന്നു അവൾ അതേ ഇരിപ്പതിനെ തുടർന്ന് ആദ്യം നഴ്സിനോട് എന്തൊക്കെയോ പറഞ്ഞ് അവളിൽ നിന്നുകൂടി ചെക്ക് ചെയ്തുകൊണ്ട് അവളോട് ചോദിച്ചു. തന്റെ പേരെന്താ?
ആളൊന്നും മിണ്ടിയില്ല. അത് കണ്ടതും ആദ്യം ആനന്ദിനെ നോക്കിയിട്ട് വീണ്ടും ചോദിച്ചു, തന്റെ പേരെന്താ? അതിലൊന്ന് പറയ്, വീട് എവിടെയാ? അതിന് അവളൊന്നും മിണ്ടിയില്ല. അത് കണ്ടത് ആനന്ദ് അവിടെ അടുത്തേക്ക് ചെന്ന് ചെയർ നീക്കിയിട്ട് അവിടെ ഇരുന്നു. ആളവനെ നോക്കിയിട്ട് വേറെ എവിടെയൊക്കെ നോട്ടം മാറ്റി അതേ ഇരിപ്പ് തുടർന്നു. കുട്ടി പ്ലീസ്, തന്റെ പേരെന്താണെന്നൊന്ന് പറയും. അല്ലെങ്കിൽ വേണ്ട, എവിടെ വീടെന്നെങ്കിലും ഒന്ന് പറയും. തന്നെ ഇന്നലെ റോഡിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഞാനാ. എന്റെ വണ്ടിക്കുള്ള താൻ വന്ന് ചാടിയത്. തന്നെ ഞാൻ രക്ഷിച്ചില്ലേ? അതുപോലെ എവിടെ കൊണ്ടാക്കണമെന്ന് പറയും, അവിടെ ഞാൻ കൊണ്ടാക്കാം. വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഇറങ്ങിപ്പോന്നാണോ? അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ? നദു സ്റ്റോപ്പ്. ആനന്ദ് പറഞ്ഞതും ആദ്യം ഇടക്കേറി പറഞ്ഞു കേട്ട് അവൻ ആദ്യം നോക്കിയതും അവൻ വേണ്ട തലയാനിക്ക്. അത് കണ്ടതും ആനന്ദ് അവളെ നോക്കിയിട്ട് അവിടെ നിന്ന് എണീറ്റു. ഇന്നലെ ഡിസ്ചാർജ് ചെയ്യും. എവിടെയാ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കാം. അതും പറഞ്ഞ അവൻ പുറത്തേക്ക് ഇറങ്ങിയതും ആദ്യം കൂടെ ഇറങ്ങി. അവർ പോയതും അവൾ വീണ്ടും അതേ ഇരിപ്പ് തുറന്നു. നീ എന്തൊക്കെയാണ് ആ കുട്ടിയോട് ചോദിക്കാൻ പോയത്? എന്തൊക്കെയാ പ്രോബ്ലം അവൾക്ക് ചുറ്റുമുള്ളവർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോ എന്തായാലും നമുക്കെന്താ? അവളുടെ പ്രശ്നം അവള് നോക്കിക്കോളും. നീ വെറുതെ സെന്റിമെന്റ്സ് കാണിച്ച് പോകാൻ നിൽക്കണ്ട. എവിടെയാന്ന് വെച്ചാൽ ചോദിക്ക്, ഞാൻ കൊണ്ടാക്കാം. വല്ലാത്തൊരു ഗതികേടായി പോയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ലല്ലോ. അവൾക്ക് ഇപ്പൊ പ്രോബ്ലം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഡിസ്ചാർജ് ചെയ്യാൻ വേറെ മാർഗമല്ല. ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അവൾ വാ തുറന്നെങ്കിലും പറയാതെ എവിടെയെന്ന് ഞാൻ കൊണ്ടാക്കുക. എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ. എനിക്കോ? എങ്ങനെ? അത് അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും വീട് എവിടെയാണെന്ന് ചോദിക്കുക. നീ ഡോക്ടറല്ലേ, നീ ചോദിച്ചാൽ അവൾ പറയും. ആ ബെസ്റ്റ്. ഞാൻ കുറെ ചോദിച്ചു, അവള് പറയാത്തോണ്ടാ നിന്നെയും കൂട്ടി വന്നു. എന്നിട്ടും അതേ അവസ്ഥ തന്നെ. ഏത് സമയത്താണ് അവനിക്ക് തൊഴി പോവാൻ തോന്നി? നാശം. എന്നാലും ഞാൻ ഓഫീസിൽ പോയിട്ട് വൈകിട്ട് വരാം. അതൊരു അവളെ നീയും നോക്ക്. ആനന്ദ് അത് പറഞ്ഞ് നടക്കാൻ പോയതും ആദ്യം അവന്റെ കയ്യിൽ കയറി പിടിച്ചു. അത് പറ്റില്ല. അവളെ ഇവിടെ നിർത്തിയിട്ട് ഞാനെന്ത് ചെയ്യാനാ? എനിക്ക് ഒരുപാട് ജോലിയുള്ള. ആ കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് നീ ഇനി എവിടെയായാലും പോയാൽ മതി. ആദ്യം പോയി ഒന്ന് പോടപ്പാ. ഒന്നാമത് തലയിൽ മുഴുവൻ ഭാരം ചുമന്നതിന്റെ നടപ്പ്. അപ്പോഴാ ഇതുകൂടി. എടാ നീയല്ലാതെ എന്നെ സഹായിക്കാൻ വേറെ ആരാ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന്. അതൊക്കെ ശരിയാ. എന്നാലും ഞാൻ ആദ്യം പറയാൻ പോയത് ആനന്ദ് ഇടക്കേറി പറഞ്ഞു. നീ ഇനി ഒന്നും പറയണ്ട. ഇന്നൊരു ദിവസം കൂടെ അവളോട് കിടത്താനുള്ള ഏർപ്പെടാൻ നോക്ക് പ്ലീസ്. ഞാൻ നാളെ തന്നെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോളാം പ്ലീസ് ടാ. എടാ അത് പിന്നെ നിന്നെ കൊണ്ട് പറ്റൂ. നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. അതും പറഞ്ഞ് ആനന്ദ് പെട്ടെന്ന് പുറത്തേക്ക് പോയതും ആദ്യം അവൻ പോയത് നോക്കി നിന്നു. ഇവനിനി ഈ വഴിക്ക് വരില്ലേ ആവോ? സ്വയം ചിന്തിച്ചുകൊണ്ട് നേഴ്സിനോടെല്ലാം പറഞ്ഞേൽപ്പിച്ച് നേരെ ഡ്യൂട്ടി സെക്ഷനിലേക്ക് നടന്നു. എവിടെയാന്ന് വെച്ചാൽ കറക്റ്റ് സമയത്തിന് മുന്നേ അവൾ ഇവിടെ ഈ വിവാഹ പന്തലിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ അത് സ്വഭാവം അറിയാലോ നിനക്ക്. മുന്നിൽ നിൽക്കുന്നവരോട് അതും പറഞ്ഞ് കാർത്തിക് സിഗരറ്റ് വായിൽ വെച്ച് കത്തിച്ചുകൊണ്ട് ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എടാ കാർത്തി, നീ ഇങ്ങനെ ദേഷ്യപ്പെടാണ്ടിരിക്കുക. അവളെവിടെയായാലും നമുക്ക് കണ്ടുപിടിക്കാം. അവന്റെ കൂട്ടുകാരൻ സന്ദീപ് പറഞ്ഞു. പോടാ, സമാധാനിപ്പിക്കാൻ വന്നിരിക്കുന്നു. നീ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അവള് പോയത് നിന്റെ കൺമുമ്പിൽ കൂടിയല്ലേ? കാർത്തിക് ദേഷ്യത്തിൽ ചോദിച്ചു. എടാ അവളെ പിടിക്കാൻ തന്നെയാ ഞാൻ വന്ന്. എന്റെ തലക്കടിച്ചിട്ട് അവള് പോയത്. ബോധം പോയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? സന്ദീപ് പറഞ്ഞ് കാർത്തിക് അവനെ ദേഷ്യത്തിൽ നോക്കി. അതുകൊണ്ട് കാർത്തിയുടെ അച്ഛൻ സന്ദീപിനോട് പോകാൻ കണ്ണു കാണിച്ചു. അവനൊന്നും മിണ്ടാതെ അവിടുന്ന് മാറിയിരുന്നു. അതുകൊണ്ട് അവരുടെ അച്ഛൻ ശങ്കർ കാർത്തികിന്റെ അടുത്തേക്ക് വന്നു. അവളെ ഇവിടം വിട്ട് ദൂരെങ്ങും പോയി കാണില്ല. അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. എല്ലാം നിന്റെ കയ്യിൽ നിന്നുണ്ടായ പാകപ്പിഴയാ. ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞ എല്ലാത്തിനും ഒരു മറയുണ്ടാവണമെന്ന്. മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് ആ പീറപ്പെണ്ണ് നിന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയത്. അച്ഛനെന്താ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുവാണോ? നിങ്ങളുടെ കൂടെ ആവശ്യമില്ലേ ഞാൻ അവളെ വിവാഹം കഴിക്കാന്നുള്ളത്? അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. അവളെ പോയി കണ്ടുപിടിക്കാൻ നോക്ക്. അതും പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ ഒരുക്കിയിട്ടിരുന്ന ചെയർ തട്ടിയെറിഞ്ഞുകൊണ്ട് അകത്തേക്ക് നീ. അകത്തെ റൂമിൽ നിന്ന് കരച്ചിൽ കേട്ടതും അവൻ നേരെ അവിടേക്ക് നടന്നു. റൂമിന്റെ വാതിൽ കൈവച്ച് പുകയൂതിക്കൊണ്ട് അകത്തേക്ക് നടന്നു. രണ്ടും കൂടി ഇരുന്ന് കരയുന്നോ? അവള് ചത്തിട്ടൊന്നുമില്ലല്ലോ. അവൾ എവിടെയുണ്ടെങ്കിലും ഈ കാർത്തിക് കണ്ടുപിടിക്കും. അവളിനി നരകിക്കാൻ പോകുന്നേയുള്ളൂ. എടാ ദുഷ്ട, നീ ഒരു വൃത്തികെട്ടനാണെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ കുഞ്ഞിനെ നിനക്കാൻ തരാൻ സമ്മതിക്കില്ലായിരുന്നു. നിന്റെ സ്വഭാവം ദൈവമായിട്ടാ അവസാന നിമിഷം ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചെന്ന്. അവളെ രക്ഷിച്ച ദൈവ. ഇനി നിനക്ക് അവളെ കിട്ടില്ല. ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞതും കാർത്തിക് അവരുടെ കഴുത്തിൽ കൈകൊണ്ട് മുറുക്കി പിടിച്ചു. അത് കണ്ടതും അവരുടെ ഭർത്താവിനെ പിടിച്ചു മാറ്റാൻ നോക്കി. പന്നത്തള്ളേ, ഒറ്റ കുത്തിന് കൊന്നുകളയും ഞാൻ. നിങ്ങൾ പറഞ്ഞില്ലേ എന്റെ സ്വഭാവം അറിഞ്ഞുവെങ്കിൽ അത് ഇവിടെ വരെ എത്തില്ലായിരുന്നു എന്ന്. അതറിയാവുന്നതുകൊണ്ട് തന്നെയാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സ്നേഹം നിറഞ്ഞ അനന്തരവരായി നിന്ന്. പക്ഷെ അവസാന നിമിഷം അവളെല്ലാം തിരിച്ചറിഞ്ഞു. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു ഞാൻ കരുതിയില്ല. അവൾ എവിടെ പോവാനാ? കണ്ടുപിടിക്കൂ ഈ കാർത്തിക്. അവളുടെ ജീവിതത്തിൽ ശനി തുടങ്ങി. ഓർത്തോ? കാർത്തിക്, ഇതുങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ മോനെ. നീ വായിട്ടിളക്കുന്നൊക്കെ വെറുതെ ആയി പോയേ ഉള്ളൂ. അവളെ പോയി കണ്ടുപിടിക്ക്. ഇതിനുള്ള ശിക്ഷ അവൾക്ക് കൊടുക്കണം. നശൂലം. അവന്റെ അമ്മ ഗൗരി അവിടെ കയറി വന്നുകൊണ്ട് പറഞ്ഞു. നിന്നെ താലോലിച്ചോ സ്നേഹിച്ചോതായ ഞങ്ങളോട് നീ ഇങ്ങനെ ദുഷ്ടത്തരം കാണിക്കുന്ന ഞങ്ങൾ കരുതിയില്ല. ഈ ജന്മം നീ ഗുണം പിടിക്കില്ല, നശിക്കും. ഒരച്ഛന്റെയും അമ്മയുടെയും ശാപ. ഒന്ന് പോടാ പരട്ട കിളവ. എന്ന് തൊട്ടാ നിങ്ങളൊരു അച്ഛനായതെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കാൻ നിൽക്കണ്ട. കാർത്തി മോഹിച്ച അവളുടെ ശരീരം തന്നെയാ. അവളുടെ മാത്രമല്ല പലരുടെയും മോഹിച്ചിട്ടുണ്ട്. അത് നേടിയെടുത്തിട്ടുമുണ്ട്.
പിന്നെ നിന്റെ ഒരു മോള്. അവരെ പിടിച്ച് പുറകിലേക്ക് തള്ളിക്കൊണ്ട് അവൻ പോയതും വീഴാൻ പോയ രാധിക അയാൾ താങ്ങി പിടിച്ചു. അവൻ പറഞ്ഞ് കേട്ടല്ലോ, എല്ലാം ഞങ്ങൾ കൂടി അറിഞ്ഞിട്ട് തന്നെയാ. എന്റെ ഏട്ടന് ഈ പെങ്ങളോട് ക്ഷമിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ശങ്കർ ചേട്ടന്റെ സ്വഭാവം അറിയാലോ, അതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാമെന്നോ ആരെങ്കിലും അറിയിക്കാന്നോ കരുതണ്ട. അത്രയും പറഞ്ഞ് അവരും പുറത്തേക്ക് പോയി. എന്താ ഏട്ടാ ഇതൊക്കെ? ഇവരൊക്കെ നമ്മുടെ കൂടെ പിറപ്പ് തന്നെയാണോ? ഇത് നമ്മുടെ കാർത്തി തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അയാളുടെ നെഞ്ചിൽ തലയാരിയെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധിക പറഞ്ഞു. അവൻ പറഞ്ഞ കേട്ടില്ലേ? അവന്റെ വായിന്ന് കേട്ട് നമുക്ക് വിശ്വസിക്കാതിരിക്കാനാവില്ലല്ലോ. നമ്മുടെ മുന്നിൽ ഇന്നലെ വരെ ഒരു വാക്ക് പോലും മറുത്തു പറയാൻ നമ്മളെ ജീവനെ പോലെ സ്നേഹിച്ചു എന്ന് കരുതിയ കാർത്തി മരിച്ചുപോയി. ഇങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. വിശ്വസിച്ചു പോയി എല്ലാവരെയും. എൻ്റെ മോൾ അവൻ്റെ സ്വഭാവം എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പോലും കരുതിയില്ലല്ലോ രാധികെ ഇവനെ കുറിച്ച് ഇങ്ങനെയൊന്നും. അവള് പോട്ടെ, ഇവിടെ നിന്ന് അവളെ കൊല്ലും അവരെല്ലാം കൂടി. അവൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. എന്നാലും ഏട്ടാ, എന്റെ മോളിപ്പോ എവിടെയാണെന്ന് പോലും അറിയാതെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. അവളെ ദൈവം കാക്കും, നമ്മളെ കൈവിടില്ല, നീ കരയാതിരിക്കുക. അത് പറഞ്ഞ് അയാൾ അവരെ ആശ്വസിപ്പിച്ചു. ഇതേ സമയം കാർത്തി അവന്റെ അച്ഛൻ ശങ്കറും സന്ദീപും കൂടി അവളെ എന്തിരക്ക് ആ സിറ്റി മുഴുവൻ നടന്ന്. എനിക്കൊന്നും ഓർമ്മയില്ല. എന്തോന്ന് കുട്ടി വെറുതെ കള്ളം പറയത്? തന്റെ റിപ്പോർട്ടിൽ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, പിന്നെ ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ സത്യം പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല, ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അവൾ പറഞ്ഞതും ആദ്യ സൈഡിൽ തലക്കൈയോട് നിൽക്കുന്ന ആനന്ദിനെയും നോക്കി. എടാ നീന്ന് വന്നേ. ആനന്ദ് അവനെ വിളിച്ച് പുറത്തിറങ്ങി. എടാ നീ സത്യത്തിൽ പഠിച്ചു വാങ്ങി തന്നെയാണോ ഇത്? എനിക്ക് സംശയമുണ്ട്. അവൾക്ക് ഓർമ്മയില്ല, എന്താ പറ്റിയതെന്ന് കൂടി നോക്ക്. ഓർമ്മ ഒരാളെന്തെങ്കിലും മരുന്ന് കൊടുക്ക്. നീ എന്നെ പറയുന്നു വേണ്ട, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചെന്നെ ഇവിടെ എത്തിയത്. എന്നാ അവനെന്തെങ്കിലും കറക്കി കൊടുത്ത് അതിനൊന്ന് നേരെയാക്ക്. എടാ അതിനിത് പനിയും ചുമയില്ല കറക്കി കൊടുക്കാൻ. അവൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കിയതാ. ചിലപ്പോൾ ഇന്നലത്തെ ആക്സിഡന്റ് ഷോക്കിൽ ഓർമ്മ പോയതാവാം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾക്ക് തനിയെ ഓർമ്മ വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുവരെ നീ നോക്കണം അവളെ. വാട്ട്? ഞാനോ? പിന്നല്ലാതെ ഞാനോ? നീയല്ലേ അവളെ തട്ടിയത്? എത്രയും പെട്ടെന്ന് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക, ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം അവളെ. അതും പറഞ്ഞ് ആദ്യം പോയതും ആനന്ദ് പെരുവഴിയിലായല്ലോ എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് വീട്ടിൽ നിന്ന് കോൾ വന്നു. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. എന്തായടാ, ആ കൊച്ചിനെ വീട്ടിലാക്കിയോ? ഇവിടെ ഒരുത്തി കയറ് പൊട്ടിക്കുക. അതും പറഞ്ഞ അമ്മ ആര്യെ നോക്കിയതും അവൾ കലിപ്പിൽ നിൽക്കുകയാണ്. ഇന്നെങ്കിലും ഇവിടെയും കൊണ്ടൊന്ന് പുറത്തു പോകാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇന്നിവിടെ എന്തെങ്കിലും നടക്കും, നീ വീട്ടിലേക്ക് വാ. അത് കേട്ടതും അവനൊന്നും മിണ്ടാതെ നിന്നു. എന്താണ് ഒന്നും മിണ്ടാത്തേ? ഇങ്ങോട്ട് എടുക്ക്, അടുത്ത അളവിൽ ആലോചിക്കാവോ? അതും പറഞ്ഞ ആര്യ ഫോൺ വാങ്ങി. ദേ വലിയേട്ടാ, ഇന്നെങ്കിലും ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ ആര്യ മോളിന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരണ്ട. അവൾ പറഞ്ഞു. അവൻ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്ന്. ആര്യക്ക് വാശി കൂടുതലാണ്. അവൾ മിണ്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടിക്കാൻ വലിയ പാടാണ്. അവൻ മനസ്സിലോർത്ത്. ഞാൻ വരാം, ഇനി ആ പേരും പറഞ്ഞാലും പിണങ്ങണ്ട. ഓക്കേടാ വലിയേട്ടാ, ഞങ്ങൾ വൈകിട്ട് റെഡി ആയിട്ട് നിൽക്കും, നേരത്തെ വന്നേക്കണം, ഞാൻ അമ്മക്ക് കൊടുക്കാവേ. അവൻ പറ ഫോൺ അമ്മയ്ക്ക് കൊടുത്തിട്ട് അവൾ തുള്ളിച്ചാടി റൂമിലേക്ക് കയറി ഓടി. എന്നാ പിന്നെ ശരിയാടാ, നീ നേരത്തെ എത്താൻ നോക്ക്. അതും പറഞ്ഞ അമ്മ ഫോൺ വെച്ചു. എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോ? ആദ്യം പുറകിൽ വന്ന് ചോദിച്ചു. ആനന്ദ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ കടലിൽ നടുക്കിവിട്ട അവസ്ഥയാ. ആര് വിളിച്ച് ഇന്നും കൂടി അവളെ പുറത്തു കൊണ്ടില്ലെങ്കിൽ പിന്നെ മിണ്ടില്ലെന്ന്. അതിനിടയ്ക്ക് ഇവളെ എങ്ങോട്ട് കൊണ്ടുപോകുന്ന അറിയില്ല. എന്തുകൊണ്ട് നീ ഭാഗ്യവാനാ? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നടന്നാൽ മതിയല്ലോ, വീട്ടിലേക്ക് പോലും കയറണ്ട. എനിക്കും ഡോക്ടറായ മതിയായിരുന്നു. പഠിക്കാൻ വിട്ടപ്പോ പഠിക്കണമായിരുന്നു, അണ്ടി പെറുക്കി കിടന്നിട്ടല്ലേ? ആ അതിലിപ്പോ കുറ്റബോധം തോന്നടാ. എന്ത് അണ്ടി പെറുക്കി കിടന്നില്ലോ? അല്ലടാ പഠിക്കാത്തയില്. ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും നീ ടെൻഷൻ ആവണ്ട. ഒരു കാര്യം ചെയ്യ്, ഈ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കാര്യങ്ങളൊക്കെ അമ്മയോട് വിളിച്ചു പറയാം. നാളെ സൗകര്യം പോലെ പോലെ ഹോസ്പിറ്റലിൽ മറ്റാക്കാം. വീട്ടിലേക്കോ? അമ്മയോട് ഞാൻ പറഞ്ഞോളാം, നീ വാ. ആദ്യം വിളിച്ചതും അവൻ കൂടെ അകത്തേക്ക് ചെന്നു. നേഴ്സിനോട് എന്തൊക്കെയോ പറഞ്ഞ അടുത്തേക്ക് അവൻ്റെ വന്നു. നീ ഇവിളെയും കൊണ്ട് വെക്കോ, ഞാൻ ഫ്രീ ആകുമ്പോൾ വിളിക്കാം. ഇന്നൊരുപാട് പേഷ്യൻസ് ഉള്ള ദിവസമാണ്. നീ ആയതുകൊണ്ടാ ഞാൻ ഇത്രയും കൂടെ നിന്ന്. നീ എൻ്റെ പൊന്നാനിയനല്ലേടാ, ചേട്ടന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നീയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇതുപോലെ ഓരോന്നിനെ കൂട്ടി ഇങ്ങോട്ട് വരരുത്. ആദ്യം തൊഴുതതും ആനന്ദി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ ഇപ്പോഴും മറ്റേതോ ലോകത്തെന്ന പോലെ ഇരിക്കുകയാണ്. കുട്ടി, ഞാൻ അന്തരീക്ഷ, തനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. നാളെ സമയം പോലെ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. ഓർമ്മ വരുന്നവരെ ഞാൻ നോക്കിക്കോളാം. എന്നെ കാരണമാണല്ലോ തനിക്കിങ്ങനെ സംഭവിച്ചത്, അതിന് സോറി. വാ പോവാ. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ച്. അവളൊന്നും കേൾക്കാതെ വേറെന്തോ ആലോചിച്ചിരിക്കുകയാണ്. ദൈവമേ, നിന്റെ കേൾവി ശക്തിയും പോയേ നീ. ഹലോ. അവളുടെ മുഖത്തേക്ക് വിരഞ്ഞൊടിച്ച് വിളിച്ചു. അവൾ ഞെട്ടി ബാക്കിലേക്ക് നീങ്ങി. പോവാ. എവിടേക്ക്? അവൾ പേടിച്ചോണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും താൻ കേട്ടില്ലേ? ഇല്ല. അത് പറഞ്ഞവൾ തലതാഴ്ത്തി. സാറില്ല, തനിക്ക് ഓർമ്മയില്ലല്ലോ, അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. നാളെ വേറെ എവിടേക്കെങ്കിലും സൗകര്യം പോലെ മാറാം. ഓർമ്മ വരുമ്പോ ഞാൻ തന്നെ തിരികെ വീട്ടിൽ കൊണ്ടാക്കാം. അതൊന്നും വേണ്ട, എന്നെ ഇവിടെ അടുത്ത് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആക്കിയാൽ മതി, ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം. അതെങ്കിലും ശരിയാവും. തനിക്ക് ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. ഞാൻ കാരണല്ലേ ഈ അവസ്ഥ വന്ന്. തനിങ്ങനെ വിശ്വസിക്കാം, എനിക്കൊരു പെങ്ങളുള്ളത് തന്നെയാ. തന്നെ നോക്കിയ ഡോക്ടറിന്റെ അനിയനാ. താ വാ. അവൻ അത്രയും പറഞ്ഞ് നടന്നു. അവൾ ആദ്യം ഒന്ന് അറച്ചു നിന്നു. അവൻ വീണ്ടും വിളിച്ചതും അവൾ അവന്റെ കൂടെ പതിയെ പുറത്തേക്ക് നടന്നു.
ശ്രീകൈലം വീട്ടിലേക്ക് കാറ് വളഞ്ഞ സൗണ്ട് കേട്ട് ആര്യ ഓടി താഴേക്ക് ചെന്നു. അമ്മേ, വലിയുടെ നേരത്തെ എത്തി, ഓടി വാ. അവൾ പുറത്തുനിന്ന് അകത്തേക്ക് വിളിച്ചു പോയതും കാറിൽ നിന്ന് അവൻ ഇറങ്ങി അപ്പുറത്തെ ഡോറിൽ നിന്ന് അവളോട് ഇറങ്ങാൻ പറഞ്ഞു. ഒരു പെൺകുട്ടി ഇറങ്ങിയ കണ്ടതും ആര്യ വായും പൊളിച്ച് ആനന്ദിനെ നോക്കിയിട്ട് ഓടി അടുത്തേക്ക് ചെന്നു. ആരാ വലിയേട്ടെ ഇത്? അമ്മ പെണ്ണിട്ടെന്ന് പറഞ്ഞ് എന്തൊക്കെയാ കാണിച്ചു കൂട്ടി ഇവിടെ? എന്നിട്ട് വേറെ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണോ? നിങ്ങൾ തമ്മിൽ ലവ്വായിരുന്നോ? എൻ്റെ ദൈവമേ, ചേച്ചിക്ക് എങ്ങനെ തോന്നി ഈ കോന്നിനെ സ്നേഹിക്കാൻ? വേറെ എന്തോരം നല്ല ചെക്കന്മാരുള്ള ഈ ലോകത്ത്. ആര്യ പറഞ്ഞു. അവൾ അവനെയും ആര്യയും മാറി മാറി നോക്കി. സോറി, ഇതെന്റെ പെങ്ങളാ, ആര്യകൃഷ്ണ. ആളൊരു വായടിയാ, അതാ ഇങ്ങനെ. വായടി നിങ്ങളുടെ പെണ്ണു പിള്ള. പിന്നെ വായി തോന്നിയ പറയുന്ന എന്തിനാടി? അപ്പൊ നിങ്ങൾ ലവ് അല്ലേ? അല്ല. ഛേ, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. സോറി ചേച്ചി. അല്ല, എന്താ പേര്? ആര്യ അവളോട് ചോദിച്ചു. അവൾ അവനെ നോക്കി. നീ അവൾ ഓരോന്ന് ചോദിച്ച് ശ്വാസം മുട്ടിക്കാതിരിക്കുക, എല്ലാം ഞാൻ പറയാം. ആദ്യം വിളിച്ചില്ലേ? ഇല്ലല്ലോ, കൊച്ചേട്ടൻ ഡ്യൂട്ടിയിലല്ലേ. ഏതെങ്കിലും സിസ്റ്ററോട് കൊഞ്ചിക്കൊണ്ടിരിക്കുക അവിടെ, ഉത്തരവാദിത്തമില്ലാത്ത സാധനം. ആര്യ പറഞ്ഞു. ആനന്ദ് അവളെ ചെവിക്ക് പിടിച്ചു. വീട്ടു വലിയേട്ടാ, വെറുതെ പറഞ്ഞ. അത് കേട്ട് അവൻ കൈയെടുത്തു. ഒരു ലൈസൻസ് ഇല്ല നിന്റെ സംസാരത്തിന്, ഇക്കണക്കിന് പോയ ഇടി വാങ്ങും നീ. അവൻ ആര്യയോട് പറഞ്ഞിട്ട് അടുത്ത് അവരെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു. നീ ഇവിടെ കൂട്ടിയോ? അച്ഛനമ്മയോടെ? അകത്തുണ്ട്. ആര്യ പറഞ്ഞു. അവനകത്തേക്ക് നടന്നു. ആര്യ അവളെയും കൂട്ടി പുറകെ കയറി ചെന്നു. അമ്മേ! അവന് നീട്ടിയുള്ള വിളിയായിട്ട് അച്ഛൻ ഇറങ്ങി വന്നു. എന്താടാ? അച്ഛനാണോ അമ്മ? അമ്മയെ വിളിക്ക്. അവൻ പറഞ്ഞതും അച്ഛൻ അവനെ എന്തു പറ്റിയെന്ന ഭാവത്തിൽ നോക്കിയതും പുറകിൽ വരുന്ന കുട്ടിയെ കണ്ട അച്ഛൻ വായും പൊളിച്ച് നോക്കി പെട്ടെന്ന് അകത്തേക്ക് പോയി. എടി പല്ലവി! എന്താ മനുഷ്യ പല്ലവീന്ന് വിളിച്ച് എപ്പോഴും എന്റെ പിറകെ കിടക്കുന്നത്? ഞാൻ അതിനൊന്നല്ലടി വന്ന്, അച്ഛൻ നിഷ്കുവായി പറഞ്ഞു. പിന്നെന്താ? എടി നന്ദു വന്നു. അവൻ ഇത്ര നേരത്തെ എത്തിയോ? ഞാനൊന്ന് നോക്കട്ടെ. അതും പറഞ്ഞ അമ്മ പോവാൻ നിന്നു. അച്ഛൻ പിടിച്ചു നിർത്തി. നീ പോകുമ്പോ ആ താലവും നിലവിളക്കും കൂടി എടുത്തോ. എന്തിന്? അവൻ എവിടുന്നോ ഒരു പെൺകുച്ചിനെ വിളിച്ചുകൊണ്ടാ വന്നിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞിട്ട് അമ്മ ഞെട്ടി. പെട്ടെന്ന് എന്തോർത്ത പോലെ അടുക്കളയിൽ നിന്ന് ചൂലെടുത്ത് നേരെ ഹാളിലേക്ക് ഓടി. അതുകൊണ്ട് അച്ഛൻ, ഇങ്ങനെയാണോ മരുമോളെ സ്വീകരിക്കാൻ പോകുന്നത്? ഇന്ന് എന്തേലൊക്കെ നടക്കും. സ്വയം പറഞ്ഞുകൊണ്ട് മോൻ അടിയിട്ടെന്ന് കാണാൻ വേണ്ടി അച്ഛൻ അമ്മയുടെ പുറകെ വെച്ച് പിടിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.